ഹായ് ഗായ്സ്, സാമാടി സ്വിംസിംഗ് പാരഡൈസിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ആണെങ്കിൽ എനിക്ക് ഇന്ന് ജിമ്മൊന്നുമില്ല, അപ്പം ഇന്ന് ബ്രേക്കാണ്. അപ്പം നമ്മൾ 3 ദിവസം ചെയ്യും, പിന്നെ ഒരു ദിവസം ബ്രേക്ക്, അങ്ങനെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ആണെങ്കിൽ നിങ്ങളാണ് ക്യാമ്പ് ലൂപ്സിലെ കുറേ കാഴ്ചകൾ കാണിക്കാൻ വിചാരിച്ചിറങ്ങിയ. അപ്പോൾ എൻ്റെ കൂടെ സക്രിയ ഉണ്ട്. അപ്പം ഞങ്ങൾ അതായത് ഇന്ന് ബെസ്റ്റ് ദിവസം എന്തോടെ ചോദിച്ചാൽ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ശരിക്കും ഞങ്ങൾ ആദ്യം നിങ്ങളെ എയർപോർട്ട് കാണിക്കാൻ വിചാരിച്ചാൽ ഇറങ്ങിയത്. പക്ഷെ എന്താണെന്ന് ചോദിച്ചാൽ ആ എയർപോർട്ടിന് പോകുന്ന വഴിക്ക് ട്രാഫിക്കാണ്, ബ്ലോക്കാണ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഫ്രണ്ടിൽ കാണാം, ഞങ്ങളിപ്പം വട്ടം കറങ്ങിയിട്ടാണ് വരുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് റൈറ്റ് എടുത്ത് പോകുന്നിടത്താണ് എയർപോർട്ട്. അപ്പോൾ കണ്ടോ ഇവിടെ എല്ലാം ട്രാഫിക്കാണ്. സാധാരണ ഇങ്ങനെ വരാറില്ല, നമ്മൾ ഈ വഴിയിലാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ എല്ലാം അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇങ്ങോട്ടാണ് എയർപോർട്ട്. നമ്മൾ വീണ്ടും വേറെ വഴിയിലെത്തി. നമ്മൾ എയർപോർട്ടിൽ പോകുന്നതിന് മുമ്പേ ഞാൻ ആദ്യം എയർപോർട്ടിൽ പോയിട്ട് പിന്നെ വേറെ ഒരു സൈറ്റ് ഉണ്ട് നമുക്ക് ഈ ഫ്ലൈറ്റ് പൊങ്ങുകയും താഴുകയൊക്കെ ചെയ്യുന്ന, നമ്മൾ ആ സ്ഥലവും കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എയർപോർട്ടിലോട്ട് അവിടെ ചെല്ലുമ്പോൾ ഞാൻ എയർപോർട്ടിലെ കുറേ കാഴ്ചകൾ കാണിച്ചു തരാം. ഒരു ചെറിയ എയർപോർട്ടാണ്. നമ്മളപ്പോൾ അങ്ങനെ എയർപോർട്ട് എത്തി. ഇതാണ് ക്യാമ്പ് ലൂപ്സ് എയർപോർട്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, വെൽക്കം ടു ക്യാമ്പ് ലൂപ്സ് എയർപോർട്ട്. കണ്ടോ? അപ്പോൾ ഇതൊരു ചെറിയ എയർപോർട്ടാണ്. മറ്റേ നമ്മൾ സാധാരണ വരുന്നതെന്ന് പറഞ്ഞാൽ വാൻകൂവർ വന്നിട്ട് വാൻകൂവർ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഇതെന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഇവിടുന്ന് ഇപ്പം വാൻകൂവർ പോയി പിന്നെ അവിടുന്ന് വേണം നമുക്ക് നമ്മുടെ ഇന്ത്യയിലൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഫ്ലൈറ്റ് പിടിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് ചെറിയ ഇവിടെയൊക്കെ നമുക്ക് കാണാം. ഒരു ശരിക്കും നല്ല രസമുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു എയർപോർട്ടാണ് ക്യാമ്പ് ലൂപ്സ് എയർപോർട്ട്. ഇവിടെ നേരത്തെ പാരാഗ്ലൈഡിങ്ങിൻ്റെ ഒക്കെ പരിപാടി ഉണ്ടായിരുന്നു. ഇവിടെ വെള്ളത്തിൽ കൂടെ പോകുന്ന ഫ്ലൈറ്റ് ഒക്കെ അതുണ്ട്. ഇത് നല്ല മലകളുടെയൊക്കെ താഴെയായിട്ടാണ്. ഇവിടെ നമ്മൾ വരുമ്പോൾ തന്നെ ആണെങ്കിൽ നമുക്ക് കണ്ടോ ഒരു ചെറിയ ഒരു ഫ്ലൈറ്റ് തൂക്കിയിട്ടേ, ചെറിയൊരു ഡമ്മി ഉണ്ട്. പണ്ടാണെങ്കിലൊക്കെ ഒരു 2 വർഷം മുമ്പേ ഇവിടെ ഒരു സ്നോ ബേർഡ്, ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ ഒരു സ്നോ ബേർഡ് എന്ന് പറഞ്ഞ ഒരു മിലിറ്ററിയുടെ ഒരു ഫ്ലൈറ്റ് ഇവിടെ തകർന്ന് വീഴുകയൊക്കെ ചെയ്തതാണ്. ഇതാണ് നമ്മുടെ എയർപോർട്ട്, ക്യാമ്പ് ലൂപ്സ് എയർപോർട്ട്. നമുക്കിപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി പാർക്ക് ചെയ്യണം. ഇതാണ് പാർക്കിംഗ്. ഇവിടെ ആകെ ഒരു ചെറിയൊരു സംഭവമാണ്. ശരിക്കും അതിലെ കൂടെ കയറായിരുന്നു. ഇനിയിപ്പോ നാട്ടില് റെയിൽവേ സ്റ്റേഷന്റെ ഇത് അത്രേ ഉള്ളൂ എയർപോർട്ട്. ഇപ്പൊ നമ്മളാണെങ്കിൽ ഇപ്പം വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടാണെങ്കിൽ ഇപ്പം ഇവിടെ ആണെങ്കിൽ നമുക്ക് വേറെ കുറേ ഈ കാർ റെൻ്റൽസിൻ്റെ ഉണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മളെ എയർപോർട്ട്. ചെറിയൊരു എയർപോർട്ടാണ്. ഞാൻ മുമ്പേ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ചെറിയ എയർപോർട്ടല്ല, വലിയൊരു സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെ 2-3 പേര് കാണുമായിരിക്കും ഇതിൻ്റെ അകത്ത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഇവിടെ ആരും ഇല്ലല്ലേ, ആളുകളൊന്നും ഇല്ലല്ലേ, ആരും ഇല്ല. അവിടെ ഇവിടാണ് എനിക്ക് തോന്നുന്നു അറൈവൽസ് വരുമ്പം മറ്റേ ഇത് വരുന്നത്, മറ്റേ നമ്മുടെ ലഗേജൊക്കെ വരുന്നത്. ആകെ ഇച്ചിരി ഉള്ളു. അവിടെ ഒരു ബോട്ടിൻ്റെ കൂട്ടുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മറ്റേ ലഗേജൊക്കെ വരുന്ന സംഭവമാണിത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്നായിരുന്നു വെള്ളം കളിക്ക് വെള്ളം കൊണ്ടുവന്നപ്പോൾ ഇവിടെ തൂക്കിയിട്ടേക്കുന്ന ഇത് പെയിൻറ്റിങ് ഒക്കെ ഇരിപ്പുണ്ട്. പ്ലീസ് ഡു നോട്ട് ടച്ച്. ടച്ച് ചെയ്യുന്നില്ല. ഓക്കെ. ഇപ്പോൾ നമുക്ക് കാണാം അവിടെ ആണെങ്കിൽ ചെറിയ ഫ്ലൈറ്റുകളുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ചെറിയ പഠിപ്പിക്കുന്ന വല്ലതുമായിരിക്കും, പൈലറ്റ് ട്രെയിനിങ്ങിൻ്റെ വല്ലതുമായിരിക്കും. ചെറിയ ഫ്ലൈറ്റ് ഉണ്ട്, അത് ആളുകൾ എനിക്ക് തോന്നുന്നു 2 പൈലറ്റുകൾ അത് കയറാൻ വേണ്ടി ഇങ്ങനെ എന്തോ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെറിയൊരു ഹെലികോപ്റ്റർ ഉണ്ട്, നീല ഹെലികോപ്റ്റർ, രസമുണ്ട്, നല്ല വ്യൂ. ഇതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറമാണെങ്കിൽ നമുക്ക് നടക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ അതിലേക്കൂടെ ഇഷ്ടം പോലെ കൊച്ചു പട്ടികളും കാര്യങ്ങളൊക്കെ. ഇവിടെയാണ് ആളുകൾ നടക്കാൻ പോകുന്നൊക്കെ, അതിലേക്കൂടെ പോകും. രസമാണ്. ഇവിടെ തന്നെ എഴുതിയേക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ മറ്റേ ഈ ഇവിടുത്തെ നേറ്റീവ്സിൻ്റെ
ലാംഗ്വേജ് ആണ് എഴുതിയേക്കുന്നത്. ആരുടെ? നേറ്റീവ്സ് ഇല്ലേ, ഇൻഡിജിനസ് കമ്മ്യൂണിറ്റി. ഇൻഡിജിനസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു നമ്മുടെ ഈ ട്രൈബൽ കൂട്ടത്തെ. അപ്പോൾ അവരുടെ ഒരു ലാംഗ്വേജ് ആ മേളിൽ എഴുതിയേക്കുന്നത്. അതുകൊണ്ട് എഴുതിയേക്കുന്നുണ്ട്, വി വെൽക്കം യു ഓൾ ടു ദി സിക്വമിക് ടെറിട്ടറി. വലിയ ഫ്ലൈറ്റുകളൊന്നും ഇല്ലല്ലേ, ആകെ 2-3 വല്ലപ്പോഴും വന്നാലായി. അതെ, ഇവിടെ കണ്ട് ഇങ്ങനത്തെ ആണെങ്കിൽ കുറേ നമുക്ക് ഇതാണെങ്കിൽ എല്ലാം ഈ ഇൻഡിജിനസിൻ്റെ ഒരു സംഭവങ്ങളാണ്. രസമുണ്ട്, എന്തുവാന്ന് മനസ്സിലാവുന്നില്ല, പക്ഷെ നല്ല രസമുണ്ട്. പിന്നെ അവരുടെ തന്നെയാന്ന് നാളെ ഒറ്റാലൊക്കെ വെച്ചിട്ടുണ്ട്. ഉണ്ട്, ഇത് കണ്ടോ മീൻ, ഒറ്റാൽ, ഇതെല്ലാം ഇൻഡിജിനസ് ഉണ്ടോ. ഇത് സാൽമൺ എന്ന് പറയും, ഇവിടുത്തെ ദേശീയ മീനാന്ന് തോന്നുന്നു, നമ്മുടെ മത്തി പോലെ. സാൽമൺ. മറ്റേത് കണ്ടോ, ഇത് ഒരു മീൻകൂട് കൂട്ട്, എന്താ ഈ ഒറ്റാല് കൂട്ടത്തെ സംഭവം. മറ്റേ വാൻകൂറിനെ വരുന്നതും അറൈവൽ ആൻഡ് ഗോയിങ് ടൈമാ. വാൻകൂവർ എത്ര മണിക്ക് വരുന്നത്? എക്സ്പെക്റ്റഡ് അവിടുന്ന് വരുന്നതാണ്, ഇവിടെ വരുന്നത് 6:40. പിന്നെ രണ്ടാമത്തെ വരുന്നതെന്ന് പറഞ്ഞാൽ 10 മണിക്ക്. ഇവിടെ ആണെങ്കിൽ നമുക്കിപ്പോൾ ആണെങ്കിൽ ഇതാണ്ട് കാർ റെൻ്റൽസിനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. കണ്ട ബഡ്ജറ്റ് ഇവിടുത്തെ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ബഡ്ജറ്റ്, നാഷണൽ, പിന്നെ എൻ്റർപ്രൈസസ് ഒക്കെയാണ്. അത് നമ്മളിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഉള്ള നമുക്ക് കാർ റെൻ്റൽസ് എല്ലാം ഇവിടെ ഫെസിലിറ്റീസൊക്കെ കിട്ടും. ഇത് നമ്മൾ പോകുന്ന സംഭവമാണെന്ന് തോന്നുന്നു. ഇതെന്താ ഇതിൻ്റെയൊക്കെ ഡിപ്പാർച്ചറിൻ്റെയൊക്കെയാണ്. അതുകൊണ്ട് ഒരു പുള്ളി പെട്ടി കയറ്റി വരുന്നത് ഇവിടെ കണ്ടത്. ഇതാണെങ്കിൽ ചെറിയത് ഡിപ്പാർച്ചർ ലോഞ്ച്. പിന്നെ അവിടെ ആണെങ്കിൽ മറ്റേ നമ്മുടെ ബോർഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയുള്ളല്ലേ. ഭാഗ്യല്ലേ എയർപോർട്ട് എന്തേരം നടക്കാനുള്ളത്. ഇപ്പോൾ എയർപോർട്ട് ചെറിയൊരു റെസ്റ്റോറൻറ്റ് വീട്ടുണ്ട്, ഇതിപ്പോൾ ഇന്നിപ്പോൾ അടച്ചേക്കുക. അവിടെ കഴിക്കാനായിട്ട് കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്, ലേസും ഏതാണ് മുട്ടായിയും. രസമുണ്ട് അല്ലേ, തടിയുടെയാന്ന് തോന്നുന്നു. ഒരു ക്ലാസ് ലുക്ക് കണ്ട. വെസ്റ്റ് ജെറ്റ് ഇവിടെ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വെസ്റ്റ് ജെറ്റും എയർ കാനഡയാണ്. ഇവിടാണ് നമ്മൾ എന്താ ഇമിഗ്രേഷൻ ചെക്കിങ്. ആകെ ചെറിയൊരു സംഭവമാണ്, അധികം ആൾക്കാരില്ല. 50 പേര് കൂടുതൽ ഒന്നുമില്ല, 30 പേര് അതിൽ കൂടുതൽ എന്തായാലും ഇല്ല. ഇതാണ് ആ റെസ്റ്റോറൻറ്റ്. ഇതെനിക്കറിയത്തില്ല, ഇത് എന്താ മേ ബി ഇന്നിപ്പം എന്താ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ചൊവ്വാഴ്ച അടച്ചിടേണ്ട ആവശ്യമില്ല. ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് മെയിനായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഡൊമസ്റ്റിക്, അതായത് ഇവിടുന്ന് ചെറിയ അങ്ങോട്ട്, അതായത് കാൽഗറി, വാൻകൂവർ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയുള്ള സർവീസുകളേ ഉള്ളൂ മെയിനായിട്ട്. ചുരുക്കി പറഞ്ഞാൽ റിച്ച് ആയിട്ടുള്ളവർ മറ്റേ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സ്ഥലം. അത് തന്നെ, നമ്മളെ പോലുള്ളവരാണെങ്കിൽ ഇവിടുന്ന് ഈ ബസ്സൊക്കെ പിടിച്ച് നമ്മൾ വാൻകൂറിൽ പോയി അവിടെ നിന്ന് ഇൻ്റർനാഷണൽ എടുത്ത് ഇവിടെ കണ്ടത്. മറ്റേ നമ്മൾ അവിടെ ബഡ്ജറ്റിൻ്റെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല കൗണ്ടർ ഉണ്ടെന്ന്. അപ്പോൾ അവിടെ ആണെങ്കിൽ നമുക്ക് അവരുടെ വണ്ടിയൊക്കെ ഇവിടാണ് പാർക്ക് ചെയ്തേക്കുന്നത്. ഇപ്പോൾ കാർ റെൻ്റൽസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അവിടെയാണ് ഓരോ കമ്പനിക്കും ഓരോ ഏരിയ ഉണ്ട്. നമ്മൾ അതിനനുസരിച്ചുള്ള പൈസ കൊടുക്കണം. ഫ്രീ ആണോ? ഏതാ ഈ കാർ സർവീസ്? കാർ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ 2-3 ദിവസത്തേക്ക് എടുക്കാം, ഒരാഴ്ചത്തേക്ക് എടുക്കാം, 1 മാസത്തേക്ക് എടുക്കാം, അങ്ങനെയൊക്കെയുള്ള സർവീസുകൾ. അപ്പം ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരും, എനിക്കിതിനെപ്പറ്റി വലിയ ബസ് സർവീസുകളോ അല്ലാതൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ നേരെ അവിടെ വരിക, നമുക്ക് നമ്മുടെ ഇൻ്റർനാഷണൽ ലൈസൻസ് വെച്ച് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും. അപ്പം അത് സബ്മിറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാസ്പോർട്ടിൻ്റെ കോപ്പി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അവർ നമുക്ക് വണ്ടി തരും. ഇത് നമ്മൾ ഇവിടുന്ന് വന്ന് എടുക്കുക. പിന്നെ ഇവരുടെ വേറെ സ്ഥലങ്ങൾ കാണും. ഇപ്പോൾ ഇവർക്ക് വേറെ ഏരിയകൾ കാണും, ബ്രാഞ്ചുകൾ കാണും. അപ്പോൾ അവിടെ ആണെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പം കാൽഗറിയിലോട്ട് പോകാനാണ് വേണമെങ്കിൽ എടുക്കുന്നതെങ്കിൽ കാൽഗറിയിൽ ഇവരുടെ അവിടെ എൻ്റർപ്രൈസിൽ നിന്നാണ് എടുക്കുന്നത്, അല്ല ബഡ്ജറ്റിൽ നിന്ന് എടുക്കുന്നെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്താൽ മതി. ഇതാണ് നമ്മൾ വന്നപ്പം മറ്റേ ബ്ലോക്കായി ഇവിടെ മൊത്തം ക്ലോസ് ചെയ്തേക്കുക. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിലെ കൂടെ നേരെ ഇങ്ങനെ വന്നാൽ മതി. ഇനി കറങ്ങണം, അധികം നേരം ഇല്ല, 2-3 മിനിറ്റേ ഉള്ളല്ലേ. പിന്നെ ഇതെല്ലാം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാംലൂപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ സംഭവമാണ്. അതായത് ഒരു ചെറിയ സിറ്റിയാണ്. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ, പക്ഷെ നല്ല രസമാണ്. അതായത് ഒരു കാം ആൻഡ് ക്വയറ്റ് ആണ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ഒരു ചെറിയൊരു സംഭവം. നമ്മളൊരു അരമണിക്കൂർ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് കാംലൂപ്സ് മൊത്തം കറങ്ങാൻ പറ്റും സിമ്പിളായിട്ട്. കണ്ട് ഇവിടെ കണ്ട ഡീറ്റൂർ. ഇനിയിപ്പം ലോക്കൽ ട്രാഫിക്, നമ്മൾ ലോക്കലാണല്ലോ. ഫ്രണ്ട് മല കണ്ട് രസമല്ലേ. ഇവിടുന്ന് ബാക്കിലേക്ക് പോവാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ബ്രോക്ക് പൂൾ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അവിടെ പോവാം. ഏതാ? ബ്രോക്ക് പൂൾ. ഇപ്പം ഞങ്ങൾ ഈ എയർപോർട്ടിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ആണെങ്കിൽ ഏകദേശം
ഒരു കിലോമീറ്ററിൻ്റെ ദൂരമേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ താമസിക്കുന്ന ഇവിടെ വേണമെങ്കിൽ നമുക്ക് നടന്നു വരാനുള്ളതേ ഉള്ളൂ. 2 കിലോമീറ്റർ ആയതാണ്ടേ ഉള്ളൂ. 1 കിലോമീറ്റർ 2 കിലോമീറ്റർ. കണ്ട് ഈ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ആണ് ഞങ്ങൾ താമസിക്കുന്നത്. ഈ ബിൽഡിംഗ് ആ നിലയിലാണ് ഞാൻ താമസിക്കുന്നത്. പിന്നെ ഇവിടെ കണ്ട ഞങ്ങൾ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെയാണെങ്കിൽ നമുക്ക് സേവോൺസ് ഉണ്ട്, അതായത് ഗ്രോസറി സ്റ്റോർ. ഇതാ ഞങ്ങള് ഗ്രോസറി സ്റ്റോർ ഉണ്ട്. പിന്നെ മേരി ബ്രൗൺ എന്ന് പറഞ്ഞ ഒരു ചിക്കൻ്റെ ഒരു സംഭവം ഉണ്ട്. പിന്നെ ഒരു ലേഡീസ് ഫിറ്റ്നസ് സെന്റർ. പിന്നെ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ഒരു ചായക്കട എന്ന് പറയുന്ന കൂട്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ടിം ഹോട്ടൻസ് ഉണ്ട്. ഇതാണ് ടിം ഹോട്ടൻസ്. പിന്നെ 7-Eleven, ഗ്യാസ് സ്റ്റേഷന് ഉണ്ട്, പെട്രോ കാനഡ, ഇതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്തായിട്ട് ഈ ഫെസിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇവിടുന്ന് മൂവ് ചെയ്യാനും പോവാത്ത. നിങ്ങളുടെ സ്കൂൾ അവിടെ അല്ലേ? ഞങ്ങളുടെ സ്കൂള് ഇവിടുന്ന് നേരെയുള്ള വഴിക്കാ, ലെഫ്റ്റ് എടുത്ത് പോകണം. അതും ഒത്തിരി ഇല്ല, അതും അടുത്താ. അവിടെ തന്നെ പാർക്കും ഉണ്ട്. പിന്നെ കാംലൂസ് മറ്റേ ഇതുകൂട്ട് സിറ്റി ആണല്ലോ, ടൂറിസ്റ്റ് സിറ്റി. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളുള്ളതെന്ന് പറഞ്ഞാൽ ഗുരുദ്വാരയാണ്. ഇത് ട്രയാങ്കിൾ റോഡിൽ ഇത് ചെറിയൊരു ഗുരുദ്വാര. ഞങ്ങൾ ചില സമയത്ത് ഞായറാഴ്ചകളിലൊക്കെ ആണെങ്കിൽ ഇവിടെ ഇതുണ്ട്, എന്താ ഫ്രീ ഫുഡ് അങ്ങനെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെയൊക്കെ വന്ന് സാധാരണ ഫുഡൊക്കെ കഴിക്കാറുണ്ട്. നല്ലതാണ്, നല്ല ഫുഡ്. നമ്മുടെ നല്ല പഞ്ചാബി സ്റ്റൈലിലെ ഫുഡൊക്കെ കിട്ടും. പനീര്, ചപ്പാത്തി, അതിലേക്കൂടെയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അത് നല്ലൊരു, അതായത് അതുകൊണ്ട് തന്നെ പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ദീപാവലി അങ്ങനെയൊക്കെയുള്ള ഹോളി അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇവിടെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എല്ലാ ഞായറാഴ്ച നമുക്ക് ഫ്രീ ഫുഡ് ഉണ്ട് ഇവിടെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെക്കാത്തർ ഐലൻഡ് എന്ന് പറയും, ഐലൻഡ് പാർക്ക്. ഇവിടെ മെയിനായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്ലേ ഗ്രൗണ്ടും അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. യൂട്യൂബിലൊക്കെ കാണത്തില്ല പിള്ളേർ സ്കേറ്റ് ബോർഡ് ഇട്ട് ചാടുന്ന മറ്റു സംഭവത്തിലൊക്കെ. അപ്പോൾ അതൊക്കെ ഇവിടെ ഇന്ന് ഫെസ്റ്റിവലും എല്ലാം കാണുമ്പോൾ ഇഷ്ടം പോലെ ഇവിടെ കുറേ പരിപാടികളുണ്ട്. ഇവിടാണ് മറ്റേ നമ്മുടെ പിള്ളേർ, അതായത് മലയാളി ഗ്രൂപ്പുകളൊക്കെ ആണെങ്കിൽ ഇവിടെ കളിക്കാനൊക്കെ വരും, പിള്ളേർ സെറ്റ് കളിക്കാൻ വരും. പിന്നെ ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്, സോക്കർ ഉണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ നടക്കാനുള്ള കണ്ട ആളുകളൊക്കെ നടന്നു പോകുന്നുണ്ട്, നടക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ രസമാണ്, അതായത് പിന്നെ ഒരു ചെറിയൊരു ഗാർഡൻ കൂട്ടുണ്ട് ഇവിടെ. ഇച്ചിരി കൂടെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ ഒരു ചെറിയ ഗാർഡൻ കൂട്ടുണ്ട്. പിന്നെ ഇവിടെ താറാവ് ഈ സൈഡിൽ ഇവിടെ ഇങ്ങനെ ഒരു പുഴ പോലത്തെ ഒരു സംഭവം ഉണ്ട്. പുഴയൊന്നും അല്ല, ഇതിന്റെ വട്ടത്തിൽ കൂടെ ഒരു വെള്ളം പോലൊരു സംഭവം. അവിടെ കുറെ താറാവുണ്ട്, നമുക്ക് അതിനെ ഫീഡൊക്കെ ചെയ്യാൻ പറ്റും. സൈഡിലൊക്കെ കണ്ടോ പിള്ളേർ സെറ്റ് കളിക്കാനും ട്രെയിനിങ്ങിന്റെ സംഭവം. പിന്നെ എനിക്ക് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ആ മലകൾ. അത് ശരിക്കും പറഞ്ഞാൽ മലകൾ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ടോംസൺ റിവർ, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കാണിച്ചത്. നമുക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ ഇവിടെ ബേസ്ബോൾ കളിക്കാനുള്ള സൗകര്യം. പിന്നെ ശനി ഞായറൊക്കെ ആണെങ്കിൽ ഫുട്ബോൾ. പിന്നെ ഞാൻ പറഞ്ഞ കൂട്ട് തന്നെ നമ്മുടെ മലയാളി പിള്ളേരാണെങ്കിൽ ഇവിടെ വന്ന് ക്രിക്കറ്റൊക്കെ കളിക്കാറുണ്ട്. പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കും. ഇവിടെ ആണെങ്കിൽ സൈഡിൽ കണ്ട് ഇവിടെ ആണെങ്കിൽ ഒരു പിള്ളേർ സെറ്റിന് കൊച്ചു പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു പ്ലേ ഗ്രൗണ്ട് കൂട്ടത്തെ പാർക്കുണ്ട്. നമുക്ക് ആ ഒരു ബിൽഡിങ്ങിന്റെ ബാക്കിലായിട്ടാണ്. നമുക്ക് ലൈറ്റായിട്ട് കാണാൻ പറ്റുമായിരിക്കും. നമുക്ക് അതൊരു പ്ലേ ഗ്രൗണ്ട് കൂട്ട. അമ്മച്ചിമാരൊക്കെയാണ് നമ്മളിവിടെ സ്കേറ്റിംഗ് ഒക്കെ ഇട്ടാണ് നമ്മുടെ ഇവിടുത്തെ അമ്മച്ചിമാരൊക്കെ നടക്കുന്നത്. ഇതാണ് പ്ലേ ഗ്രൗണ്ട്. അത് കാണാൻ പറ്റുമോ? അത് പിള്ളേർക്ക് വേണ്ടിയുള്ള പ്ലേ ഗ്രൗണ്ട്. അതുകൊണ്ടോ ആ തീരുന്നതാണ് പ്ലേ ഗ്രൗണ്ട്. ഇതിനെയാണ് ബീവർ എന്ന് പറയുന്നത്. രസമില്ലേ? അതായത് ഇതിനെ ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ ബ്രിഡ്ജ് ബിൽഡേഴ്സ് എന്നൊക്കെ അങ്ങനെ കണ്ട അതിനെ പറയുന്നത്. അതായത് ഈ ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ മരങ്ങൾ ഇങ്ങനെ കടിച്ച് ഈ മരം ഇങ്ങനെ നമ്മളൊരു ബ്രിഡ്ജ് കൂട്ട് ഇത് ഉണ്ടാക്കും. അപ്പോൾ അതിന് നമ്മളെ പയ്യൻ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. ഇപ്പം പറന്നൊന്ന് കടിക്കുമോ? നാളത്ര ശരിയല്ല, ഇച്ചിരി പെശകാ. രസമില്ലേ? നല്ല രസമില്ലേ? ശരിക്കും പറഞ്ഞാൽ പോയി ഒരു നീർനായ കൂട്ടൊക്കെ ഉണ്ട്. അതുമല്ല ഇവിടെ ഞാൻ പറഞ്ഞില്ല, അതായത് ഇവിടാണ് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ആണെങ്കിൽ നമ്മളൊരു വൈകുന്നേരം ഇപ്പോൾ ആണെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 6:30 ആയി.
അപ്പം ഇവിടെ ഇങ്ങനെ നമുക്ക് വൈകുന്നേരങ്ങൾ വന്ന് ഇങ്ങനെ ഒന്ന് ഇരുന്ന് ആ മലകൾ കണ്ട് പിന്നെ അവിടെ കണ്ട ബോട്ട് കണ്ടോ? ഈ വെള്ളത്തിൽ നമുക്ക് ഇറങ്ങാൻ പറ്റുമോ? പിന്നെ ഇതിലേക്കൂടെ ഇറങ്ങാം. പക്ഷെ ഇപ്പം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വണ്ടിയെ മൊത്തം ഇതാവും. അതുകൊണ്ട് അവിടെ കണ്ട ആളുകൾ, അതൊരു ചെറിയ ഐലൻഡ് കൂട്ടത്തൊരു സംഭവം. അവിടെ ആണെങ്കിൽ ആളുകൾ ബോട്ട് കൊണ്ടിട്ടിട്ട് ഫാമിലി ആയിട്ടൊക്കെ ഇറങ്ങി. പിന്നെ അതെന്ന് പറഞ്ഞാൽ ആ സൈഡിലായിട്ടാണ് നമ്മൾ ഇതിനൊക്കെ പോകുന്നത്, എന്താ നമ്മുടെ വേസ്റ്റൊക്കെ ഇടാനേ, അതായത് ഈ ഇലക്ട്രിക് മറ്റേ ഹൗസ് ഹോൾഡ് വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടി.